ലോകത്തില്ലാത്തൊരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുതിയൊരു കണ്ടന്റാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർഡ്. ഒരിക്കൽ കൂടി മക്കളെ എല്ലാവർക്കും എജുപോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് സലൽ സബി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കണ്ടെത്താറുള്ളത്. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സന്തുലിതാവസ്ഥ കണ്ടെത്താറുള്ളത് എന്ന ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. എക്സ്പ്ലെയിൻ ദ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. നോക്കിയേ, ഇക്വിലിബ്രിയം ആവാൻ കുറച്ച് കണ്ടീഷൻസ് ഷോർട്ട് റണ്ണിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതിനെക്കുറിച്ചാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. അതായത് ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കണ്ടെത്താനാവുന്നത് എന്നൊരു ഭാഗം നിങ്ങൾക്ക് ചോദ്യം വരും. ഓക്കെ, 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 3 കണ്ടീഷൻസും വിത്ത് ഗ്രാഫാണ് ചോദ്യം വരിക. ഇങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ മിനിമം നിങ്ങൾക്ക് 5 മാർക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു 8 മാർക്കിൻ്റെ ചോദ്യമായി തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 5 മാർക്കിൻ്റെ കളികൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഷോർട്ട് റണ്ണിൻ്റെ ആ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഈ ടേം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, വേറെ എവിടെയല്ല. നമ്മൾ കേട്ടിട്ടുള്ളത് എവിടെയാണ്? ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അൾട്ടിമേറ്റ് എയിം, അഥവാ കൺസ്യൂമേഴ്സ് അല്ല പറഞ്ഞത്, പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് അല്ലെങ്കിൽ നമ്മളെന്താ പറയും, ഫേംസ്. ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരൊക്കെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്? അല്ല, ഇവർ പുണ്യം കിട്ടാനും പൂജ കിട്ടാനും വേണ്ടിയിട്ടൊന്നുമല്ല നടത്തുന്നത്. അവർ നടത്തുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ നടത്താറുള്ളത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവർ പ്രൊഡക്ഷൻ നടത്താറുള്ളത്. അപ്പോൾ ഫേംസ് അല്ലെങ്കിൽ സെല്ലേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയിട്ടുള്ള 3 കണ്ടീഷൻസ് ഏതൊക്കെയാണ് ഷോർട്ട് റണ്ണിൽ ഉപയോഗിക്കുന്നത്? അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു എന്ത് വെച്ചിട്ട് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്? വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 3 കണ്ടീഷൻ്റെ ഒന്നാമത്തെ കണ്ടീഷനാണ് എം സിയും അതുപോലെ എം ആറും തുല്യമാവണം. എന്താണ്? എം സിയും എം ആറും തുല്യമാണ്. നമുക്കറിയുന്ന കേസാണ് എന്ത്? ഈ പറഞ്ഞിരിക്കുന്നത് എ സി കർവാണെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്നത് എ ബി സി കർവാണെങ്കിൽ ഇതിനെയെല്ലാം സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് പോകുന്ന ആളാണ് എം സി കർവ് എന്ന് പറയുന്നത് അല്ലേ. ഈ എം സി കർവ് എന്തിനു തുല്യമാവണമെന്നാണ് പറഞ്ഞത്? അതാണ് നമ്മൾ ഇനി അടുത്ത് വരക്കുന്നത്. ഈ പറഞ്ഞ എം സി കർവ് എന്തിനു തുല്യമാണ്? നമ്മുടെ എം ആർ കർവിന് തുല്യമാണ്. നമുക്കറിയാം പ്രൈസ് ഈക്വൽ ടു എ ആർ ഈക്വൽ ടു എം ആർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പിനേഷൻ പഠിച്ചിട്ടുള്ളത്. അപ്പം ആ ഭാഗത്തിന് തുല്യമാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന എം ആർ കർവും അതുപോലെ എം സി കർവും പരസ്പരം തുല്യമാവണം എന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിക്കോളൂ. സെക്കൻഡ് കണ്ടീഷനാണ് പറഞ്ഞത് എം സി നോൺ ഡിക്രീസിങ് എന്ന് വെച്ചാൽ എന്താണ്? എം സി എന്ന് പറയുന്നത് എം സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എം ആർ. എം ആറിനേക്കാൾ വലുതാണ് ആഫ്റ്റർ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം എം സി എന്താവണം? എം ആറിനേക്കാൾ വലുതാവണമെന്ന് പറഞ്ഞു. എം സി എം ആറിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി മൂന്നാമത്തെ കണ്ടീഷനെ കൂടി നോക്കിക്കോളൂ. ഷോർട്ട് റൺ എന്തെങ്കിലും പ്രൈസ് ഒന്നുകിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വരക്കുന്ന ലൈൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഇതേതാണ് നമ്മുടെ പ്രൈസ് ലൈൻ. അല്ലെങ്കിൽ നമ്മൾ എന്താ ഇതിനെ വിളിക്കാറില്ലേ? പ്രൈസ് ഈസിക്കൽ ടു ആവറേജ് റവന്യൂ ഈസിക്കൽ ടു മാർജിനൽ റവന്യൂ ഈസിക്കൽ ടു ആൻഡ് ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ 4ഉം പെർഫെക്റ്റ് കോമ്പിനേഷനിൽ ഒരേ ഒരു ലൈനിലാണ് വരക്കാറുള്ളത്. അത് ഈ ഹൊറിസോണ്ടൽ ലൈനിലാണ് വരക്കുക അല്ലേ. ഇനി ഞാൻ വരക്കാൻ പോകുന്ന വേറെ ഏതല്ല, നമ്മുടെ എം സി കർവാണ്. എം സി കർവ് ഇതാ, ഇത് നമ്മുടെ എം സി കർവാണെന്ന് വിചാരിക്കുക. ഈ എം സി കർവ് 2 പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? എം ആർ കർവിനെ ടച്ച് ചെയ്യുന്നത്. ഓക്കെ, അതിൽ പോയിന്റ് എ എന്ന് കൊടുക്കുന്നു, പോയിന്റ് ബി എന്ന് കൊടുക്കുന്നു. ഇതിൽ ബി എന്ന് പറയുന്ന പോയിന്റാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് വരിക. അതിന് കാരണം എന്താ അറിയോ? കാരണം വേറെ ഒന്നുമല്ല. നമുക്ക് നോക്കാം. അറ്റ് എ ആൻഡ് ബി, എയിലും ബിയിലും നടക്കുന്ന കാര്യമാണ് എന്ത്? ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എം സിയും എം ആറും ഒന്നാമത്തെ കണ്ടീഷൻ അതായിരുന്നു. എം സിയും എം ആറും തുല്യമാണ്. എയിലും ബിയിലും രണ്ടും ഒരുപോലെയാണ്. ഒരു വസ്തു തുല്യമാവണം എന്ന് പറയുകയാണെങ്കിൽ 2 പേര് പരസ്പരം കൂട്ടിമുട്ടണം അല്ലേ, അല്ലെങ്കിൽ പരസ്പരം ഒന്നിച്ച് നിൽക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് തുല്യമാവുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എയിലും ബിയിലും ശരിയാണ്. എന്നാൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേ, അറ്റ് ബി. ഓക്കെ, അറ്റ് ബി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? എം സി നോൺ ഡിക്രീസിങ് ആണെന്ന് പറഞ്ഞു. നോൺ ഡിക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എ എന്ന് പറയുന്ന പോയിന്റിന് ശേഷം എം സി എന്താണ്? ഡിക്ലൈനിങ് ആണ് അല്ലേ. എം സി ഡിക്ലൈനിങ് ആണ്. അറ്റ് എ കഴിഞ്ഞ പോയിന്റിന് ശേഷം എന്താണ്? ആഫ്റ്റർ എ. ഓക്കെ, ആഫ്റ്റർ എ എന്ന് പറയുന്ന പോയിന്റിന് ശേഷം എന്താണ്? എം സി ഡിക്ലൈനിങ് ആണ്, അഥവാ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആഫ്റ്റർ ബി നോക്കിയാൽ നിങ്ങളുടെ ആഫ്റ്റർ ബി
ബി എന്ന് പറയുന്ന പോയിന്റിന് ശേഷം അത് നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്ന പോയിന്റിന് ശേഷം എം സി മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എം സി കൂടിക്കൊണ്ടിരിക്കുക. എന്താ പറഞ്ഞത്? എം സി ഡിക്രീസിങ് ആവാൻ പാടില്ല. അപ്പോൾ എന്താണ്? ഇൻക്രീസിങ് ആയി മാറണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആഫ്റ്റർ ബി എന്ന് പറയുന്ന പോയിന്റിന് ശേഷം എന്ത് ചെയ്യുന്നത്? എം സി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ചിത്രത്തിൽ നിന്നും എ നമുക്ക് വെട്ടിക്കളയാം. കാരണം രണ്ട് സാറ്റിസ്ഫാക്ഷനിൽ ഒന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സംതൃപ്തിപ്പെടുന്നുള്ളൂ. ബാക്കി രണ്ടാമത്തെ അതിനെ കൊണ്ട് സാധിച്ചില്ല. ഇനി നമ്മൾ ബിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണേ. അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ കിടക്കുന്നത്. എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? മൂന്നാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ നോക്കിക്കോളൂ. പ്രൈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എ ബി സി. നമ്മൾ പഠിച്ച പല കോസ്റ്റ് കർവ് ഉണ്ട് അല്ലേ? ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? എ സി പഠിച്ചിട്ടുണ്ട്, എ ബി സി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് റൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പ്രൈസ് എന്തിന് തുല്യമാണ്? ഒന്നുകിൽ എ ബി സിക്കോ അല്ലെങ്കിൽ ഈ എ ബി സിയേക്കാൾ കൂടുതലാവണമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു രീതിയിൽ ഒറ്റ രീതിയിൽ വരക്കാൻ പോകുന്നത് എ ബി സിക്ക് തുല്യമായിട്ടാണ് ഞാൻ വരക്കുന്നത്. നോക്കിക്കോൾട്ടടാ, നമ്മുടെ എ ബി സിക്ക് തുല്യമായിട്ട് പ്രൈസ് ലൈൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കിക്കോളൂ. യെസ്, ഇതാണ് നമ്മുടെ എ ബി സി. ഓക്കെ, അപ്പോൾ ഈ എ ബി സിക്ക് തുല്യമായിട്ടാണ് നമ്മുടെ പ്രൈസ് ലൈൻ ഇവിടെ പോകുന്നത് അല്ലേ? അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ സംഭവിച്ച കാര്യം 3 കണ്ടീഷൻസ്. ഇനി ഞാനിവിടെ എഴുതിയിരിക്കുന്നു അറ്റ് ബി. ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒന്നാമത്തെ കണ്ടീഷൻ എം സിയും എം ആറും തുല്യമാണ്, വളരെ ശരി തന്നെ. രണ്ടാമത്തെ കണ്ടീഷൻ എം സി എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്, ഇൻക്രീസസ് ആഫ്റ്റർ എം സി ഈക്വൽ ടു എം ആർ. രണ്ടാമത്തെ കണ്ടീഷനും ശരിയാണ്. ഇനി മൂന്നാമത്തെ എന്താ പറഞ്ഞത്? മൂന്നാമത്തെ എന്ന് പറഞ്ഞത് എ ബി സിക്ക് തുല്യമാണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് ഈക്വൽ ടു എ ബി സി. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് തന്നെ എന്താണ് ഈ പറഞ്ഞ പോയിന്റ് ബി എന്ന് പറഞ്ഞത് ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പോയിന്റ് ബി ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. എന്താണ്? ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് അറിയപ്പെടുന്ന. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? വേറെ ഏതുമല്ല, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ബി ആയിരിക്കും. ഓക്കെ ആണല്ലോ? വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം? നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ക്വാണ്ടിറ്റി ഇവിടെ മാർക്ക് ചെയ്യണം. ആൻഡ് ഇവിടെ നമ്മൾ എന്താ കൊടുക്കണ്ടേ? ഇവിടെ നമുക്ക് പ്രൈസ് എന്നോ ആവറേജ് റവന്യൂ എന്നോ അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ എന്നോ അല്ലെങ്കിൽ ഡിമാൻഡ് എന്നോ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഏതും വൈ ആക്സ് കൊടുക്കാം. എക്സ് ആക്സ് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ക്വാണ്ടിറ്റിയാണ് നമ്മളോട് കൊടുക്കേണ്ടത്. ആൻഡ് ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ക്യൂ സ്റ്റാർ എന്ന് കൂടി മാർക്ക് ചെയ്തേക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ 3 കണ്ടീഷൻസ് മറക്കാതെ പഠിക്കുക. ഇനി ഒരു ക്ലൂ കൂടി ഞാൻ തരാം. ഇത് ലോങ് റണ്ണിലാണ് ചോദിച്ചെങ്കിൽ അവസാനത്തെ ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ മാറ്റം വരുള്ളൂ, ബാക്കി രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾക്കുള്ള സൂപ്പർ ഓഫർ ആയിരുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് പഠിക്കുക, കർവ് വൃത്തിയായിട്ട് വരച്ചുക. വളരെ ഈസിയാണ് വരച്ച് പഠിക്കാൻ. കാരണം നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഒരു ടഫ് ഉള്ളാത്ത കാര്യമാണ്. കാരണം ഞാനിവിടെ സ്ലൈഡ് ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ. നമ്മളിവിടെ വരച്ചത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കർവായിരുന്നു. എന്താണ്? ആദ്യം നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരക്കുന്നു. ദെൻ നമ്മളവിടെ ഒരു പി ഈക്വൽ ടു എ ആർ ഈക്വൽ ടു എം ആർ കർവ് നമ്മൾ വരച്ചു. അതിൻ്റെ കൂടെ ഡിമാൻഡ് കൂടി ചേർക്കുന്നു. ആൻഡ് നെക്സ്റ്റ് എന്താ സംഭവിച്ചത്? ഈ പറഞ്ഞിരിക്കുന്ന എം സി കർവ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നു. അവിടെ കട്ട് ചെയ്ത് പോകുന്ന രണ്ടാമത്തെ പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. അത് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് കൊടുക്കുന്നു. കാരണം ആ പോയിന്റ് വെച്ചിട്ടാണ് എന്തിന് എം സിയും എം ആറും തുല്യമായതും അതുപോലെ എം സി നോൺ ഡിക്ലൈനിങ് ആയത്. ഇവിടെ ഞാൻ എ ബി സി എന്നും കൊടുക്കുന്നു. സിമ്പിളാണല്ലോ? ഇതായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആയിരിക്കും. ആ സമയത്തെ പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസുമായിരിക്കും. ഈസി അല്ലേ? വളരെ ഈസി ആയിട്ട് നമ്മൾ കൊണ്ട് കഴിയുന്ന കാര്യമാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ഈ കണ്ടീഷൻസ് 3 മറക്കാതെ പഠിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്ബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.